നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പോലീസ് സ്റ്റേഷനുകളിലെ CCTVകൾ ഇടിമുറി മർദ്ദനത്തിന്റെ തെളിവുകളായി പുറത്തു വരുമ്പോഴും ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്ന മുഖ്യമന്ത്രി മൗനി ബാബയായി തുടരുന്നു. കുന്നംകുളത്തും പീച്ചിയിലും പത്തനംതിട്ടയിലും തൊടുപുഴയിലുമൊക്കെ പോലീസ് ഇടിമുറികൾ വർഷം 2ഉം 3ഉം കഴിഞ്ഞിട്ടാണെങ്കിലും സത്യമാണെന്ന് ബോധ്യമായിട്ടും ഈ മൗനം രക്ഷാപ്രവർത്തനമെന്നും ഒറ്റപ്പെട്ട സംഭവമെന്നും പറഞ്ഞ് ന്യായീകരിക്കാനുള്ള മുന്നൊരുക്കമാണോ? കുന്നംകുളത്തെ നുഹ്മാൻ, സന്ദീപ്, ശശിധരൻ, സജീവൻ, പീച്ചിയിൽ തല്ലി കൈക്കൂലി വാങ്ങിയ രതീഷ്, പത്തനംതിട്ടയിലും തൊടുപുഴയിലും ഇടി തുടർന്ന് ഇപ്പോൾ DYSP പദവിയിലുള്ള മധു ബാബു, അടൂരെ അനൂപ് ചന്ദ്രൻ, നീചന്മാരുടെ എണ്ണം നീളുന്നു. CCTVകൾ പുറത്തു വരാതിരിക്കാനുള്ള തന്ത്രങ്ങൾ, ക്യാമറയില്ലാത്ത മുറികളിൽ വെച്ചുള്ള മർദ്ദനം, പരാതി കൊടുത്തിട്ടും ഇടിവീരന്മാരെ രക്ഷിക്കാനുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ. കേരള പോലീസ് നാണക്കേടിന്റെ പടുകുഴിയിലാകുമ്പോഴും മുഖ്യമന്ത്രിയുടെ മൗനം വീഴ്ച സമ്മതിക്കലോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് T. അസഫ് അലി, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പണിക്കർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീജിത്ത് പണിക്കർ, ഓരോ ദിവസവും ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനുകളിലെ ഇടിമുറി മർദ്ദനത്തെക്കുറിച്ചുള്ള. അതുകൊണ്ട് അത് നിഷേധിക്കുവാൻ കഴിയുകയില്ല. മർദ്ദനം നടന്നിട്ടുണ്ട്. അത് കുന്നംകുളത്ത് തെളിഞ്ഞതാണ്. അതുപോലെ തന്നെ പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഒരു ഹോട്ടൽ ഉടമയെ, ഹോട്ടൽ മാനേജരെയും ഡ്രൈവറെയും മർദ്ദിച്ച കാര്യം, ഇതും പുറത്തു വന്നിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ പുറത്തു വരാത്ത എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. പലയിടത്തും പരാതികൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള ദൃശ്യങ്ങളില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് വിവരാവകാശ കമ്മീഷൻ മുൻപാകെ അപ്പീൽ രൂപത്തിൽ നിരവധി പരാതികൾ വന്നിരിക്കുകയാണ് CCTV ദൃശ്യങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം പുറത്തു വരുമ്പോൾ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും നടക്കുന്നത് ഇത് തന്നെ ആണ് എന്ന ഒരു തെളിവുകൾ ആണല്ലോ പുറത്തു വരാനിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും മുഖ്യമന്ത്രി മൗനത്തിൽ തുടരുകയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മുഖ്യമന്ത്രിയെ പറ്റി ശ്രീ മഞ്ജുഷ് ഇവിടെ സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ഈ നവകേരള യാത്രയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ ഈ DYFIയുടെ കുറേ ചെറുപ്പക്കാർ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ കരിങ്കൊടി കാട്ടി എന്നതിൻ്റെ പേരിൽ മർദ്ദിച്ച് അവശനാക്കുന്നതും പൂച്ചട്ടിയും ഹെൽമറ്റും ഒക്കെ വെച്ച് മർദ്ദിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് കേവലം അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ വാക്കാൽ പറഞ്ഞതോ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തതോ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമായിരുന്നില്ല. അതിന് അങ്ങനെ ചെയ്തു എന്ന് സമർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അപ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടു, കേരളത്തിൽ എല്ലാവരും കണ്ടു. അത് പരിശോധിക്കുന്നതിനുള്ള മതിയായ സമയം മുഖ്യമന്ത്രിക്ക് കിട്ടിയതിന് ശേഷവും അതിൻ്റെ അടുത്ത് പിന്നീട് ഒരു ദിവസം, എനിക്ക് തോന്നുന്നു 2 ദിവസമോ മറ്റോ കഴിഞ്ഞപ്പോൾ മറ്റൊരു വേദിയിൽ വെച്ചിട്ട് ഇതൊരു രക്ഷാപ്രവർത്തനമാണ് എന്ന് ന്യായീകരിച്ചയാളാണ് മുഖ്യമന്ത്രി. എത്രത്തോളം മൃഗീയമായിട്ടാണ് ഒരു ചെറുപ്പക്കാരനെ സംഘം ചേർന്ന് കുറേയധികം ആൾക്കാർ മർദ്ദിക്കുന്നത് എന്നും യാതൊരു വിധത്തിലുള്ള ഡിഫൻസും ഇല്ലാത്ത, യാതൊരു വിധത്തിലുള്ള എക്യുപ്മെന്റും കയ്യിലില്ലാത്ത ഒരു വ്യക്തിയെ എങ്ങനെയാണ് അടിച്ച് മൃതപ്രായനാക്കി മാറ്റുന്നത് എന്നും ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പോൾ അത് കണ്ടിട്ടും അതൊരു രക്ഷാപ്രവർത്തനമാണ് എന്ന് വ്യാഖ്യാനിച്ച് സ്വന്തം പാർട്ടിയുടെ ആൾക്കാരെ ന്യായീകരിക്കുകയും ഇങ്ങനെയുള്ള ആൾക്കാരെ ഇത്തരത്തിൽ തന്നെ വേണം നേരിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് വീണ്ടും അങ്ങനെ ഒരു താക്കീത് കൂടി ഇഷ്യൂ ചെയ്തിരുന്ന ഒരാളാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ CCTV ഉള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്കിൽ CCTV ഇല്ലാത്ത മുറികളിലോ CCTV ഇല്ലാത്ത പോലീസ് സ്റ്റേഷനുകളിലോ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. പണ്ട് കാലത്തൊക്കെ തന്നെ കസ്റ്റോഡിയൽ വയലൻസിനെ കുറിച്ച് പറയുന്നതെല്ലാം തന്നെ ആരുടെയെങ്കിലും ഒരു ഗ്രാഫിക്കലായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്, വിവരിക്കുകയാണ്. അതാ എന്നെ ഇവിടെ കൊണ്ടുപോയി ഇന്ന രീതിയിൽ ഇതൊക്കെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ തനിക്കുണ്ടായിരുന്ന അനുഭവത്തെക്കുറിച്ച് പിന്നീട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഒരാളിൻ്റെ ഓറലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വഴി പുറത്തേക്ക് വരുന്നതാണ്. ഇതൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊരു സാക്ഷിയോ അല്ലെങ്കിൽ നമുക്ക് കൂടി ബോധ്യപ്പെടുന്ന രീതിയിലത്തേക്കുള്ള തെളിവോ ഇല്ല. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം അത് ഓർത്തിരുന്നിട്ട് അത് പിന്നീട് അദ്ദേഹം പുസ്തകമായിട്ട് അത് എഴുതി, അത് ആൾക്കാരൊക്കെ വായിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇത് എല്ലാവർക്കും കാണാനായിട്ടുള്ള തെളിവുകളായിട്ട് ലഭ്യമാവുകയാണ്. ഇത് ആദ്യം വന്നിരുന്നത് ഒരു വിഷയത്തിലായിരുന്നുവെങ്കിൽ അത് സുദീർഘമായിട്ടുള്ള 2 വർഷം നീണ്ടു നിന്നിരുന്ന ഒരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് അത് കിട്ടിയിരുന്നത് എങ്കിൽ ഇപ്പോൾ എത്രയോ കേസുകളാണ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് RTI വഴിയൊക്കെ തന്നെ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ എന്തൊക്കെ രീതിയിലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറ ഉണ്ട് എന്നും അത് റെക്കോർഡ് ചെയ്ത് അവിടെ സൂക്ഷിക്കുന്നതാണ് എന്നുള്ള ബോധ്യമുണ്ടായിട്ടും
ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ പല പോലീസുകാരും പല പോലീസ് സ്റ്റേഷനുകളിലും പെരുമാറുന്നത് എങ്കിൽ പക്ഷെ അതിലുകൊണ്ട് ഈ CCTV ഉണ്ട് എന്ന് പോലീസുകാർക്ക് അറിയാം. എപ്പോഴും CCTV ഇല്ലാത്ത മുറികളിൽ കൊണ്ടുപോയല്ല മർദ്ദിക്കുന്നത്, CCTV ഉള്ള മുറികളിൽ വെച്ച് മർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഈ പോലീസുകാർക്ക് അറിയാം, പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം. ഈ രണ്ട് കേസിലും, ഈ കുന്നംകുളം സംഭവത്തിലും PG പോലീസ് സ്റ്റേഷനിലെ സംഭവത്തിലും ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും കണ്ടതാണ്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PGയിലെ ദൃശ്യങ്ങൾ തന്നെ അത് പുറത്തു വന്നതിന് ശേഷം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതേ SI ആയ PV രതീഷ് ഇപ്പോൾ CI റാങ്കിലാണ് ഇരിക്കുന്നത് എന്ന്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് T അസഫ് അലി, ഇതിൽ നടപടി ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലുള്ള സാങ്കേതിക പ്രശ്നം പറയുന്നുണ്ട് കേട്ടോ. അത് എത്രമാത്രം ശരിയാണ്? ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുണ്ട് കുന്നംകുളത്തെ ആ 4 പേരും. ഇപ്പോൾ PV രതീഷിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് PGയിലെ ആ SIക്കെതിരെ. ഇപ്പോൾ CI ആണ് രതീഷ്. അപ്പോൾ ഇതല്ലാതെ ഇതിനും അപ്പുറം സർവീസിൽ നിന്ന് പുറത്താക്കുവാനുള്ള സാങ്കേതിക തടസ്സമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മിണ്ടിയിട്ടില്ല എങ്കിൽ പോലും അതാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം നമ്മളിത് ധാരാളം ചർച്ച ചെയ്തതാണ്. കാരണം ഈ CCTV ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് സർക്കാർ ഇത് അറിയുന്നത് എന്ന് പോലെയാണ് നമുക്ക് തോന്നുക. ഇതിൽ ശരിക്ക് ഈ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച പോലീസുകാരോടൊപ്പം തന്നെ അവർക്ക് പരിരക്ഷ നൽകിയ ACP, അതുപോലെ തന്നെ DIG. ACP റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഇതിലെ ആക്രമണം നടന്നു എന്ന് സമ്മതിക്കുകയാണ്. DIGയുടെ റിപ്പോർട്ടിലും അത് തന്നെയാണ്. എന്നതിന് ശേഷം ഒരാളെ കുറ്റമുക്തനാക്കി അവർക്ക് ഈ കുറ്റക്കാരാണ് എന്നവർ കാണുന്നവർക്ക് കൊടുത്തിരിക്കുന്നത് വളരെ നിസ്സാരമായ ശിക്ഷയാണ്, 2 ഇൻക്രിമെന്റ് തടയൽ. അതിൽ തന്നെ ഒരു ക്രമവിരുദ്ധമായ ഒരു എൻക്വയറി റിപ്പോർട്ടാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർക്ക് ഒരു വലിയ ശിക്ഷ നൽകണമെങ്കിൽ സമഗ്രമായ ഒരു ഡി നോവോ എൻക്വയറി ആവശ്യമാണ്. ഈ DIGയുടെയും ACPയുടെയും പങ്കടക്കം ഇതിൽ പരിശോധിക്കേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ പോലീസ് ആക്ട് 2011 പോലീസ് ആക്ടിൽ വളരെ വ്യക്തമായി പറയുകയാണ് 16(3)C എന്ന് പറഞ്ഞൊരു വകുപ്പ്. അതിലെന്താ പറയുന്നത്? പോലീസ് കസ്റ്റഡി, മറ്റ് IPCയിലെ വകുപ്പിലെല്ലാം ധാരാളം പരിരക്ഷ ഉണ്ട്, അതിലവർക്ക് സാങ്ഷൻ വേണം എന്നൊക്കെ പറയാം. പക്ഷേ ഈ കേരള പോലീസ് ആക്ടിൽ പറയുന്നത് എന്താണ്? 16(C)യിൽ പറയുന്നത് ഏതെങ്കിലും ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് അവരോട് ക്രൂരമായി പെരുമാറുകയോ മനുഷ്യത്വഹീനമായി പെരുമാറുകയോ അപമര്യാദയായി കസ്റ്റഡിയിൽ വെച്ച് പെരുമാറുകയോ ചെയ്താൽ അത് തന്നെ ഒരു ഒഫൻസാണ്, 3 കൊല്ലം തടവ് ശിക്ഷ ഉള്ള ഒഫൻസാണ്. അപ്പൊ ACP റിപ്പോർട്ടിൽ ഈ ചെറുപ്പക്കാരനെ മർദ്ദിച്ചു എന്ന് കണ്ടാൽ എന്തേ പോലീസിന് അവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിയെടുക്കുന്നതിന് തടസ്സം? അതുണ്ടായില്ല. മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ ആഭ്യന്തരൻ ഇവരെല്ലാം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പെരുമാറുന്നത്. ഇപ്പൊ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രതിപക്ഷ കക്ഷികളും എല്ലാം ഇത് സടകൂടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരെ ജനങ്ങളെ മുമ്പിൽ കണ്ണിടാൻ വേണ്ടി ഒരു നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസിനൊന്നും യാതൊരു നിയമപ്രാബല്യമില്ല. സമഗ്രമായ പുതുതായി ഒരു അന്വേഷണം നടത്തി DIGയുടെയും ACPയുടെയും, മാത്രമല്ല ഈ CCTV ക്യാമറ ഇല്ലാതെ മർദ്ദിച്ച ഡ്രൈവറുടെ പങ്ക് വളരെ വ്യക്തമല്ലേ? അപ്പൊ ഡ്രൈവറുടെ പങ്ക് അന്വേഷിക്കേണ്ടതല്ലേ ഇത്? കേരളത്തിലെ പോലീസ് ഇത്ര കണ്ട് നിയമവിരുദ്ധമായി ജനത്തിന്റെ അവകാശത്തിനെതിരെ പോലീസിന്റെ റോൾ എന്താണ്? ഒരു പോലീസിന്റെ പരമപ്രധാനമായ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്രമസമാധാന പാലനമാണ്, കുറ്റകൃത്യം തടയലാണ്, കുറ്റകൃത്യം അന്വേഷിക്കലാണ്. അതുപോലെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ. ഇതിന്റെ വിചിത്രമായ കാര്യം എന്താണെന്ന് അറിയുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ നടക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? AK ഗോപാലന്റെ പാർട്ടിയാണ്. ആരാണ് AK ഗോപാലൻ? ഭരണഘടന ആരംഭിച്ച് ചരിത്രത്തിൽ ആദ്യമായി വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ വളരെ ശക്തമായ ഒരു നിയമ പോരാട്ടം നടത്തിയൊരു വ്യക്തിയായിരുന്നു AK ഗോപാലൻ. AK ഗോപാലൻ അന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ MK നമ്പ്യാർ ഉന്നയിച്ച വാദം എന്താണെന്ന് അറിയുമോ? സുപ്രീം കോടതി 28 കൊല്ലത്തിന് ശേഷമാണ് ആ വാദം അംഗീകരിക്കേണ്ടി വന്നത്. വ്യവസ്ഥാപിതമായ ഒരു നിയമ നടപടിയിൽ കൂടിയല്ലാതെ ഏതൊരു വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യവും ജീവനും ഹനിക്കാൻ പാടില്ല എന്നാണ് ഭരണഘടനയിൽ എഴുതിയത്.
AKGയുടെ വാദം എന്താണെന്ന് അറിയുമോ? വ്യവസ്ഥാപിതമായ രീതിയിൽ കൂടി വ്യക്തി സ്വാതന്ത്ര്യവും ജീവനും അപഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ വ്യവസ്ഥാപിതമായ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അസംബ്ലിയോ പാർലമെന്റോ പാസ്സാക്കുന്ന നിയമം മുഖാന്തരമല്ലാതെ, അസംബ്ലിയോ പാർലമെന്റോ ഒരു നിയമം പാസ്സാക്കിയാൽ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കാൻ പറ്റുമോ? പറ്റില്ല. AKGയുടെ വാദമാണ്. ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. AKG പറഞ്ഞു, അമേരിക്കൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണ്. നീതിയുക്തമായ ഒരു നിയമവ്യവസ്ഥയിൽ കൂടി മാത്രമേ ഏതൊരു വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സുപ്രീം കോടതി ആരംഭിച്ച് റിപ്പബ്ലിക്കായി 4 മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കേസിലാണ് ഈ ചർച്ച ഉണ്ടാവുന്നത്. ആ കേസ് അന്ന് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. പക്ഷേ 28 കൊല്ലത്തിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയിരിക്കുന്നു, ഞങ്ങളിതാ തിരുത്തുന്നു. ഏതൊരു വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യം ജീവനോ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ, വ്യവസ്ഥാപിതമായ ഒരു നിയമം അല്ല, ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആയിരിക്കണം. ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നതല്ല നമ്മൾ പിന്തുടരുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു, യുക്തിപൂർണമായ ഒരു വ്യവസ്ഥയിൽ കൂടി മാത്രമേ ഏതൊരു വ്യക്തിയുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഇല്ലായ്മ ചെയ്യാൻ പറ്റുകയുള്ളൂ. സുപ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസിൽ പൽക്കിവാല ചോദിച്ചു, എന്താണ് ഡ്യൂ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ആണെങ്കിൽ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നു, എന്താണ് നിയമം പാസ്സാക്കുന്നത്? ഇത് MK നമ്പ്യാർ AK ഗോപാലിന്റെ കേസിൽ ചോദിച്ചതാണ്. പ്രതിപക്ഷത്തുള്ള എല്ലാവരെയും ഒരു 10 കൊല്ലം ജയിലിലിടണം, ആ ബില്ല് പാസ്സാവുമല്ലോ, ആ ബില്ല് നിയമമാവുമല്ലോ എന്ന് കരുതിയാൽ ഭരണഘടനയിലെ 21ാം അനുച്ഛേദം അനുസരിച്ച് ഒരാളെ ജയിലിലിടാൻ സാധിക്കുമോ 10 കൊല്ലം? പറ്റില്ല എന്ന് മനേകാ ഗാന്ധിയുടെ കേസിൽ പറഞ്ഞു. ആ AK ഗോപാലന്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോഴാണ് നിരപരാധികളായ ഒരു ഡൽഹി ആസ്ഥാനമായ ഒരു മനുഷ്യാവകാശ സംഘടന നടത്തിയ പഠനത്തിൽ പറഞ്ഞത്, കേരളത്തിൽ കഴിഞ്ഞ 9 കൊല്ലം നടത്തിയ ഈ കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിക്കപ്പെട്ടവർ ബഹുഭൂരിഭാഗവും സാധാരണക്കാരനാണ്, പട്ടിണി കിടന്ന് ജീവിക്കാൻ മാർഗമില്ലാത്ത ആളുകളാണ്. ശരി, അതിപ്പോൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പരാതിക്കാരനാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുള്ളത്. മുരളീധരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പോൾ മധു ബാബു എന്ന DYSPക്കെതിരെ ഒരുപാട് പരാതികൾ ഉയർന്നു വരികയാണ്. മധു ബാബു സ്ഥിരമായിട്ടൊരു ഇടിവീരനാണ്, പല ആളുകളെയും മർദ്ദിച്ച് അവശനാക്കുന്നയാളാണ് എന്ന്. മുരളീധരന് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മുരളീധരൻ, എന്താണ് താങ്കളുടെ പരാതി? നമസ്കാരം സാറേ. എന്നെ 2 വർഷം മുമ്പ് നമ്മുടെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തുകയും ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മറ്റ് 2 പേരുടെ പേരിൽ മറ്റൊരു കേസുണ്ട്. അവരെയും എന്നെ ഒന്നിട്ടാണ് വിളിച്ചിരുന്നത്. അവരുടെ ആ കേസിന്റെ കാര്യങ്ങൾ അവരോട് 2 പേരോടും ചോദിച്ചതിന് ശേഷം എന്റെ അടുക്കൽ ചോദിച്ചു, നീയും ഇതിൽ പങ്കാളിയല്ല, നീയല്ലേ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. ഒരു മൊബൈലിലൊരു അശ്ലീലമായിട്ടൊരു മെസ്സേജ് വിട്ടുവെന്നാണ് അന്ന് അവര് പറയണത്. പക്ഷെ എനിക്ക് മൊബൈലിൽ അന്ന് ഇതൊന്നും വിടാൻ അറിയുന്ന ആളുമല്ല, ഒന്നുമല്ല. അതിന്റെ ശേഷം അദ്ദേഹം വളരെ, ഞാൻ അല്ല ചെയ്തതെന്ന് പറഞ്ഞപ്പോ വളരെ ക്രൂരമായ രീതിയിൽ ഒറ്റ അസഭ്യങ്ങളും മറ്റ് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവർത്തനങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഈ മധുബാബു എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വയർലെസ് ഫോൺ വെച്ച് എന്റെ നെഞ്ചത്തെറിയുകയായത്. നെഞ്ചത്തെറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അലറിക്കാറി കസേരയോടുകൂടി മറിഞ്ഞു വീഴുകയും ഇദ്ദേഹം ചാടി എണീറ്റ് 2 പോലീസുകാരുണ്ട്, അവരും എന്റെ കൂടെ വന്നിരുന്ന 2 കക്ഷികളും ചേർന്ന് പൊക്കിയെടുത്ത് എന്നെ നേരെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം വീണ്ടും എന്റെ നെഞ്ചിൽ ഷൂ ഇട്ട് ചവിട്ടുകയും ഞാൻ അവിടുന്ന് വീണ്ടും മറിഞ്ഞു വീഴുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ വീണ്ടും തിരിച്ചേൽപ്പിച്ചു കൊണ്ടുവരുന്ന വഴി എന്റെ 2 കർണത്തും ചുരുട്ടിപ്പിടിച്ച് ഇടിക്കുകയും ഞാൻ അവിടെ നിന്നും ഈ മർദ്ദനമേറ്റ് എനിക്ക് വെളിക്കിറങ്ങാൻ മുട്ടുവോ എന്തോ ഒരു കണ്ണിന് ഇരുട്ട് കയറി ഏതോ രീതിയിൽ ഞാൻ അവിടുന്ന് ഓടി
ഞാൻ വെളിയിലേക്ക് പോലീസ് സ്റ്റേഷന്റെ വെളിയിലേക്ക് ഓടിച്ചിരുന്നപ്പോൾ അവിടെ മറ്റൊരു കേസിന്റെ എന്തോ ബൾക്ക് എടുക്കാൻ വേണ്ടി നിരവധി ചാനലുകാരുണ്ടായിരുന്നു. അവരുടെ മുന്നിലേക്കാണ് ഞാൻ ഓടിച്ചെന്നത്. അവര് അന്നേരെ തന്നെ അത് ചാനലിൽ ലൈവായിട്ട് വിടുകയും നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് വരെ അവർ പരാതി അയക്കുകയും ഈ മെസ്സേജുകൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറുകയും ചെയ്തു. ഞാൻ ഡിവൈഎസ്പിയുടെ ചിത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മധു ബാബു എന്നാണ് പേര്. ഇദ്ദേഹത്തിനെതിരെ പല പരാതികളും ഉയർന്നു വന്നു കഴിഞ്ഞു. പത്തനംതിട്ടയിൽ നിന്ന് പരാതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് താങ്കൾക്ക് തൊടുപുഴയിൽ വെച്ചായിരുന്നു അല്ലേ? ഇത് എവിടെ വെച്ചായിരുന്നു? തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ. ഇദ്ദേഹം ഇതിനു മുമ്പ് പത്തനംതിട്ടയിലിരുന്നപ്പോൾ ഒരു ഡിവൈഎഫ് അന്നത്തെ SFIയുടെ ഒരു ജയപ്രകാശ് അങ്ങനെയാണ് ജയകൃഷ്ണൻ എന്ന സാക്ഷിനെ മർദ്ദിക്കുകയും അതുപോലെ ഇപ്പോൾ കണ്ട ദൃശ്യം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികളിൽ ഒരാളായിട്ട് അതിന്റെ സംസ്ഥാന ട്രഷറർ കൂടിയാണ് മധു ബാബു. അതായത് പോലീസിൽ എന്തെല്ലാം പരിഷ്കാരങ്ങൾ വേണം എന്നത് നിർദ്ദേശിക്കുന്ന ഈ പോലീസ് ഓഫീസർമാരുടെ സംഘടനയുടെ അതിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ്, ട്രഷററാണ്. ഇപ്പോൾ സംസ്ഥാന ട്രഷററാണ് മധു ബാബു. അവർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ് നേരത്തെ കണ്ടത്. അതായത് പോലീസിൽ എന്തെല്ലാം പരിഷ്കാരങ്ങൾ വേണം, എങ്ങനെ പോലീസിംഗ് നന്നായിട്ട് കൊണ്ടുപോകാം, ആ ഫോട്ടോയാണ് നേരത്തെ കണ്ടത്. അങ്ങനെ ഒരാളാണ് ഇത്തരത്തിലൊരു ഇടിവീരനായിട്ട്, മർദ്ദക വീരൻ എന്ന രീതിയിലാണ് ഇപ്പോൾ മധു ബാബു പോലീസിൽ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിനെതിരെ വലിയ പരാതികൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ കയ്യിൽ തെളിവില്ല എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇല്ലേ? അന്ന് CCTV ഉണ്ടായിരുന്നില്ല അല്ലെ തൊടുപുഴ സ്റ്റേഷനിൽ? അതിനുവേണ്ടി ശ്രമിച്ചിരുന്നോ പുറത്തു വരുന്നതിന് വേണ്ടി? താങ്കളുടെ പരാതി എന്തൊക്കെയായിരുന്നു അന്ന്? CCTV ഉണ്ടോന്ന് അറിയില്ല അന്നത്തെ കാലത്ത്. അന്നേ എന്നാണേലും ഞങ്ങള് എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് സന്തോഷ് എന്ന് പറഞ്ഞ ആള് കരിങ്ങുന്നത്തുള്ളതാണ്, പിന്നെ മനുരാജ്, ഇവർ രണ്ടുപേരെയാണ് ഞങ്ങൾ ഈ കേസിന് വേണ്ടി വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൂടെയുള്ള സന്തോഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് ഫോൺ റെക്കോർഡിങ്ങിലായിരുന്നു. അതിന്റെ റെക്കോർഡിങ് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. വക്കീലിന്റെ മുഖാന്തരം കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. അതായത് താങ്കളെ മർദ്ദിക്കുമ്പോൾ താങ്കൾ കരഞ്ഞ അതൊക്കെ ഉള്ളത് അല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? വോയിസ് മെസ്സേജ് മൊത്തം ഉണ്ട്, കംപ്ലീറ്റ്. ആ തുടക്കം മുതൽ 2.5 മണിക്കൂർ എങ്ങാണ്ട് ഞങ്ങൾ അവിടെ ഇരുത്തി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ചെയ്യാത്ത ഒരു കുറ്റമാണ്. എനിക്ക് SNDP യൂണിയൻ തൊടുപുഴ യൂണിയനിൽ നിന്നും പൈസ തരാനുണ്ട്. ആ പൈസയുടെ ഇതിന് ഒത്തുതീർപ്പിനാണെന്നും പറഞ്ഞാണ് വിളിച്ച് വരുത്തിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആണ് ഈ വേറൊരു കേസ് മറ്റ് 2 പേരുടെ പേരിലുണ്ടായിരുന്നു. ആ കൂടെ എന്നെയും ചോദ്യം ചെയ്തു. അപ്പൊ ഞാനത് ചെയ്തിട്ടില്ല സാറേ, അങ്ങനെ ഒരു കേസ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോഴാണ് പുള്ളി സുഹൃതനായിട്ട് വയർലെസ് വെച്ചെറിയുകയും ഈ പറഞ്ഞ മർദ്ദനങ്ങൾ എന്നിൽ ഏൽപ്പിക്കുകയും ചെയ്തത്. ഇതേ മധു ബാബു എന്നയാൾ ഇപ്പോൾ DYSP ആണല്ലോ, അന്നും DYSP ആയിരുന്നു തോന്നുന്നില്ല, തൊടുപുഴയിലെ DYSP ആണല്ലേ? അതെ. അവിടുന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി അവിടുന്ന് ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ജെയ്സൺ എന്ന് പറഞ്ഞ സാറ് എന്നെ വിളിച്ചു അവിടുന്ന് എന്തായി എന്നറിയാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ആക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഡിസ്ചാർജ് ആകണ്ട, നിങ്ങൾക്ക് ഗുരുതരമായ പരിക്കുകളല്ല അവിടെ നിൽക്കുന്നു പറഞ്ഞു. ഇവര് ഈ പോലീസ് സ്റ്റേഷനിലെ ബൾക്ക് എടുത്തതിന്റെ ശേഷം അവരെല്ലാരും കൂടെ എല്ലാ ചാനലുകാരും അവിടെ എത്തി തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും അവിടെ വന്ന് താലൂക്ക് ആശുപത്രി വന്ന ഉടനെ തന്നെ ഇവര് ഡോക്ടർക്ക് ഞാൻ കിടക്കുന്നിടത്ത് വന്ന എന്റെ ഫോട്ടോയും എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ ഡിസ്ചാർജ് ആക്കിയേക്കുക സാറേന്ന് പറഞ്ഞു. ഉടനെ ജെയ്സൺ സാറും വന്ന ചാനൽ പ്രവർത്തകരും കൂടി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട്, ഒരു കാരണവശാലും ഇയാളെ ഇവിടെ അഡ്മിറ്റ് ആക്കാൻ പറ്റൂല, ഇയാളെ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കാൻ പറഞ്ഞേക്കുമെന്ന് അന്നത്തെ ഡോക്ടർ പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഇവര് പറഞ്ഞു അത് പറ്റൂല എന്നും പറഞ്ഞ് ഇവര് നേരിട്ട് മുഖ്യമന്ത്രിയെ അവിടെ നിന്ന് ഈ പറഞ്ഞ ചാനൽ പ്രവർത്തകർ എന്നെ വിളിക്കുകയും വീണ്ടും അവിടെ അഡ്മിറ്റ് ആക്കാനുള്ള വഴികൾ നോക്കുകയൊക്കെ ചെയ്തായിരുന്നു.
പക്ഷെ അവിടെ അഡ്മിറ്റ് ആക്കിയില്ല. വീണ്ടും ഞാൻ വീട്ടിലേക്ക് എന്നെ പറഞ്ഞു വിടുവായത്. ഇപ്പോൾ എങ്ങനെയാണ് പിന്നെ താങ്കൾ കൊടുത്ത പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇല്ലല്ലോ അല്ലേ? ഇല്ല, അത് കഴിഞ്ഞ് ഞാനും ഈ പ്രശാന്ത് വി കുറുപ്പ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് സാറും ഞാനും കൂടി ചെറുതോണിയിലാണ് ഇവിടുത്തെ DYSP ഓഫീസ് SP ഓഫീസിൽ നേരിട്ട് ഞങ്ങൾ പരാതി, അദ്ദേഹവും കൂടെ കൂടിയാണ് ഈ പ്രശാന്ത് വി കുറുപ്പ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റും സഹിതം ഞങ്ങൾ അവിടെ ചെന്ന് പരാതി കൊടുത്തതാണ്. അതുപോലെ തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിരുന്നു. അതിന്റെ ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ശരി മുരളീധരൻ, VK മുരളീധരൻ. ഇദ്ദേഹത്തെ 2022 ഡിസംബർ 21 പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചത്. അന്ന് തൊടുപുഴ DYSP ആയിരുന്ന മധു ബാബു. ഈ മധു ബാബു ഈ നേരത്തെ ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരാൾ കൂടിയാണ് കസ്റ്റഡി മർദ്ദനത്തിന്. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. അതുകൂടാതെ SFIയുടെ ഒരു മുൻ നേതാവ് പത്തനംതിട്ടയിൽ ഇതേ മധു ബാബുവിനെതിരെ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രീ അസഫ് അലി, ഇവിടെ CCTV ദൃശ്യമില്ല. VK മുരളീധരൻ പറഞ്ഞത് വേണമെങ്കിൽ അത് കള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയും പോലീസിന്. CCTV ദൃശ്യം ഇവിടെയില്ല. 2022 സംഭവത്തിൽ ഒരു ഓഡിയോ റെക്കോർഡിംഗ് മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ കുന്നംകുളത്തെ സംഭവത്തിലും അങ്ങനെ തന്നെയായിരുന്നുവല്ലോ. പോലീസിന്റെ വെർഷൻ എന്ന് പറയുന്നു അങ്ങനെ ഒരു കൊടിയ മർദ്ദനം നടന്നിട്ടില്ല എന്നായിരുന്നു. പീച്ചിയിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്നവരെയൊക്കെ പോലീസ് നിശബ്ദരാക്കുകയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ മുരളീധരൻ പറഞ്ഞ കാര്യവും അങ്ങനെ തന്നെയാണല്ലോ. ദൃശ്യമില്ല. പക്ഷേ ദൃശ്യമുണ്ടായിട്ട് പോലും ഈ സസ്പെൻഷനിൽ ഒതുക്കി കുന്നംകുളത്തെ സംഭവം. പീച്ചിയിലെ സംഭവത്തിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് മാത്രം. ഇപ്പോൾ അങ്ങനെയായിരുന്നോ വേണ്ടത്? ഈ CCTV ക്യാമറ ദൃശ്യങ്ങളെല്ലാം ഈ അടുത്ത് വന്നതല്ലേ? കേരളത്തിന്റെ ചരിത്രം എന്താണ്? 30 വർഷത്തിന് ശേഷമാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ കൊലക്കുറ്റം ചുമത്തി പ്രോസിക്യൂട്ട് ചെയ്ത് വിചാരണ നടത്തി അദ്ദേഹത്തെ ശിക്ഷിച്ചത്. വർഗീസ് വധം. അന്ന് CCTV ഉണ്ടോ? സാഹചര്യ തെളിവുകൾ ഒരു കാരണവശാലും നിഷേധിക്കാൻ പറ്റാത്ത കുറെ സത്യങ്ങളാണ്. ഈ പുറത്തു വന്നിരിക്കുന്നതല്ല. കേരളത്തിൽ ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 16 കസ്റ്റഡി മരണങ്ങൾ നടന്നു. 2 വ്യാജ ഏറ്റുമുട്ടലുകൾ നടന്നു. നിലമ്പൂർ കാടുകളിൽ നടന്ന വ്യാജ ഏറ്റുമുട്ടലിനെ കുറിച്ച് ഇടതുപക്ഷ മുന്നണിയിൽ ശക്തിയായി അത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് ഒച്ചത്തിൽ പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. CPIയുടെ നേതാവ് കാനം രാജേന്ദ്രൻ. പോലീസിന്റെ വെർഷൻ എന്താണെന്ന് അറിയുമോ? ആ കേസ് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഞാനൊരു റിട്ട് പിറ്റീഷൻ കൊടുത്തിരുന്നു ഒരു മനുഷ്യാവകാശ പ്രവർത്തനം വേണ്ടി. പോലീസിന്റെ വെർഷൻ എന്താണെന്ന് അറിയുമോ? അതിൽ 30 തവണ മാവോയിസ്റ്റുകൾ പോലീസിനെതിരെ തുരുതുര വെടിവെച്ചു. അവസാനം ആത്മരക്ഷാർത്ഥമാണ് തിരിച്ചു വെടിവെച്ചത്. പോലീസിന്റെ മഹസർ ഉണ്ടായിരുന്നു, വെഹിക്കിൾ മഹസർ. ആ പോലീസ് വാഹനത്തിന് ഒരു പോറല് പോലും ഏറ്റതായി ആ മഹസറിൽ കാണാനില്ല. എന്തിനാണെന്നറിയുമോ ഈ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നത്? കേന്ദ്ര ഫണ്ട് തട്ടിയെടുക്കാൻ വേണ്ടി കേരള ഗവൺമെന്റിന്റെ ആശീർവാദത്തോടു കൂടി നടത്തിയ ഒരു പകൽ കൊലപാതകമാണ് നിലമ്പൂർ കാടുകളിൽ നടത്തിയത്. കേരള ഹൈക്കോടതി വയനാട്ടിലെ വെള്ളമുണ്ടയിൽ ഒരാളെ കസ്റ്റഡിയിൽ വെച്ചതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കേണ്ടവർക്ക് നിയമപരിരക്ഷ ലഭിക്കുന്നില്ല. പോലീസ് വെർഷൻ എപ്പോഴും ഇല്ല എന്ന് മാത്രമേ പറയുള്ളൂ. എത്ര പോലീസുകാരെ രാജൻ കേസിൽ എന്താ ഉണ്ടായത്? കോയമ്പത്തൂർ കോടതിയിലാണ്, പ്രത്യേക കോടതിയിലാണ് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊലക്കുറ്റം ചുമത്തി വിചാരണ നടത്തിയത്. കേരളത്തിൽ ശരിക്കും എന്റെ അഭിപ്രായത്തിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് ഭയങ്കരമായി പറയുന്നവരല്ലേ കേരളത്തിലെ ഇടതുപക്ഷം. ഷാ കമ്മീഷൻ വെച്ചില്ലേ? അതുപോലൊരു കമ്മീഷൻ വെച്ച് ഈ 16 ആളെ 2 വ്യാജ ഏറ്റുമുട്ടലും ഈ 18 പേരെ കസ്റ്റഡിയിൽ വെച്ച് കൊന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കണം. നമുക്ക് ഓർമ്മയില്ലേ വരാപ്പുഴയിലെ ശ്രീജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആളെ മാറിപ്പോയിട്ടാണ്. അതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു പോലീസ് കമ്മീഷണർ ഉണ്ടായിരുന്നു, അന്നത്തെ SP. അദ്ദേഹത്തിന് പ്രമോഷൻ കൊടുത്തു ഈ സർക്കാർ. പേരിന് കേസെടുത്തു. അദ്ദേഹത്തിന്റെ വയറിന് വലിയ പലക വെച്ച് പോലീസ് കയറി നിന്ന് ഭീകരമായി വർദ്ധിച്ചു. കേരളത്തിൽ നടന്നതാണ്. കേരളത്തിന്റെ സ്ഥിതി അറിയുമോ? 15, 16, 17, 17, 18, 2019, 20 കേരളം
ഇന്ത്യയിലെ 6ാമത്തെ സംസ്ഥാനമായി മാറി വ്യാജ ഏറ്റുമുട്ട ഈ കസ്റ്റഡി മരണത്തിൽ. കേരളം ഒരു പോലീസ് രാജായി മാറുകയാണ്. ശരി, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, അല്ലല്ല ഇതൊക്കെ ഇപ്പോൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ട് ഇപ്പോൾ പറയുന്നത് പോലെ ഈ പീച്ചി പോലീസ് മർദ്ദനം, അവിടെ ഈ മർദ്ദനം നടത്തിയ SI രതീഷ് ഇപ്പോൾ കേരള പോലീസിൽ അതിന് മുകളിലുള്ള തസ്തികയിൽ ഇരിക്കുകയാണ്, CIക്ക് തുല്യമായ തസ്തികയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം, ഈ ദൃശ്യങ്ങളെല്ലാം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനകം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വിവരാവകാശ കമ്മീഷൻ ഈ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണല്ലോ അവിടെ പോകേണ്ടത്, അതിനുള്ള മറുപടി നൽകേണ്ടതും. ഈ ഉദ്യോഗസ്ഥർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. കുന്നംകുളത്തും അങ്ങനെ തന്നെയായിരുന്നു. ആ ദൃശ്യങ്ങളെല്ലാം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കേവലം ഒരു സ്ഥലം മാറ്റത്തിൽ അത് ഒതുങ്ങിയത്? ഇവിടെയാണെങ്കിൽ പീച്ചിയിലാണെങ്കിൽ അത് പ്രൊമോഷനിലേക്ക് മാറുകയാണ്. എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ? നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഈ നാടുണ്ടായ കാലം മുതലേ പോലീസ് രാജാക്കന്മാരുടെ കാലം മുതലായാലും അതിനുശേഷം ജനാധിപത്യ വ്യവസ്ഥതയിലായാലും പോലീസ് ഭരണകൂടത്തിന്റെ ഒരു ആയുധമായിട്ട് ആയിരുന്നു പരിപൂർണമായി. ഇപ്പോൾ അത് കുറെയൊക്കെ മാറി എന്ന് നമുക്ക് പറയാം. എങ്കിലും പരിപൂർണമായിട്ട് പോലീസ് ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും അത് ഭരണപക്ഷത്തിന്റെ ആര് ഭരിച്ചാലും, ഇടതുപക്ഷമായാലും UDF ഭരിച്ചാലും BJP ഭരിക്കുന്നിടത്തുമൊക്കെ പലപ്പോഴും ഒരു ആയുധമായിട്ട് ഉപയോഗിക്കും. ചിലർ സ്വമേധയാ നിർദ്ദേശം ഇല്ലെങ്കിൽ പോലും അവരവരുടെ സിമ്പതിക്ക് വേണ്ടി ആയുധമായിട്ട് മാറും. അതാണ് തലമുറകളായിട്ട് നമ്മൾ പലതും പറയുന്നുവെങ്കിലും പുരോഗമനം പ്രസവിക്കുന്നെങ്കിലും വ്യക്തികൾ മാത്രമേ മാറിയിട്ടുള്ളൂ, വ്യവസ്ഥിതികൾ മാറിയിട്ടില്ല. ഈ വ്യവസ്ഥിതികളാണ് മാറേണ്ടത്. നമുക്കറിയാം, RT ആക്ട് നിലവിൽ വന്ന എത്ര വർഷമായി, പോലീസ് സ്റ്റേഷനിൽ CCTV വന്ന എത്ര വർഷമായി. ഈ അടുത്ത സമയത്ത് ഞാൻ നേരിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം അറിയാം. അവർ 16 പ്രതികൾ ഒരു PDPP ആക്ടിൽ ഒരു സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തു. അവർ അടികൊള്ളട്ടന്മാരെ ഗുണ്ടാലിഷ്ടമുള്ളവർ. പക്ഷെ അവർ പറഞ്ഞു അവരെ 16 പേരെ ഉപദ്രവിച്ചു. അവിടുത്തെ CCTV ഇല്ല. എവിടെയാ? ഡ്രസ്സിംഗ് റൂമിൽ കയറ്റി അവരെ ഉപദ്രവിച്ചു. അവരെ കൃത്യമായിട്ട് നല്ല അടി കൊടുത്ത് എല്ലാവരുടെ ദേഹത്ത് പാടുമൊക്കെ ഉണ്ട്. അപ്പൊ ഡ്രസ്സിംഗ് റൂമിനകത്ത് CCTV വെക്കാറില്ല. അപ്പോൾ പോലീസുകാർ ഇപ്പോഴും ഇങ്ങനെ ക്രൂരമായ കാര്യങ്ങൾ ജയിലിൽ ചെയ്യുന്നുണ്ട്. ജയിലിൽ പോലീസ് അവിടുത്തെ ജയിലർമാർക്ക് ചെയ്യാമെങ്കിൽ മറ്റു കുറ്റവാളികളെ ഉപയോഗിച്ച് ഇപ്പോഴും അടുപ്പിക്കുന്നു. അപ്പോൾ നഗ്നമായ മനുഷ്യാവകാശ ലംഘനം ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നത് ഇടതുപക്ഷക്കാരനായതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെത് മാത്രമല്ല, ഇതിനേക്കാൾ കൂടുതലായിട്ട് UDF വിരുദ്ധപ്പെടുത്തി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയല്ല. കൂത്തുപറമ്പിൽ നമുക്കറിയാം 4 പേരെ വെടിവെച്ചു പോലെ ഇപ്പോഴത്തെ ഈ അടുത്ത സമയത്ത് അതിലൊരു രക്തസാക്ഷി ഭരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ UDFന്റെ സമയത്തും LDFന്റെ സമയത്തും കേന്ദ്രഭരണ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ പരിപൂർണമായിട്ട് അങ്ങോട്ട് സാംശീകരിച്ച് ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പ്രയാസമായിട്ട് പോകും. പക്ഷെ എങ്കിലും നമുക്കറിയാം, ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോലും സാധാരണക്കാരും പഠിക്കുന്നു. ഞങ്ങളുടെ LDFന്റെ പ്രവർത്തകർ പോലും പഠിക്കുന്നു. എന്റെ വീട്ടിൽ തന്നെ കൂടുതൽ ആൾക്കാരും വരുന്നത് സ്റ്റേഷനിൽ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചാൽ SI അല്ലെങ്കിൽ CI ഒന്ന് വിളിച്ച് പറയണം എന്ന് പറഞ്ഞാണ് വരുന്നത്. കാര്യം അവർക്ക് നേരിട്ട് ഒരു പരാതി കൊടുക്കാനാണ്, പ്രതിയല്ല. പലപ്പോഴും ഒരു പരാതി കൊടുക്കാൻ വരെ പോലീസിനെ ഭയക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നയാൾ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. അതല്ലാതെ പിന്നെ ആരാണ്? ഈ പോലീസിനെതിരെ എന്ത് വിമർശനം ഉണ്ടായാലും പറയുന്ന ഒരു കാര്യമാണ് അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന്. ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് അതാണ്, ഒറ്റപ്പെട്ട സംഭവമാണിത്. മറ്റൊരു കാര്യം കൂടി പറയും, പോലീസിന്റെ മനോവീര്യം തകർക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത്, അത് അനുവദിച്ചുകൂടാ എന്ന്. അപ്പോൾ പോലീസിന് ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത് ആരാണ്? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നയാൾ തന്നെയാണ്. അല്ല, ഞങ്ങള് വക്കീലന്മാരും പോലീസുമായിട്ട് ഒരു സംഘർഷം ഉണ്ടായ സമയമുണ്ട് കൊല്ലം കോടതിയിൽ. വളരെ രൂക്ഷമായ രീതിയിൽ നേരിട്ട് അടിവരെ ഉണ്ടായി വക്കീലന്മാരും പോലീസ്. കേരള ഹൈക്കോടതിയിലും അതുണ്ട്. പോലീസുകാരുടെ സംഘർഷമുണ്ട്, പ്രസ്സുകാരുമായിട്ട് സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സമയത്തൊക്കെ പോലീസിന്റെ ആയിട്ടുള്ള നിലപാട്. അപ്പൊ പലപ്പോഴും ഇപ്പൊ ഈ നമുക്കറിയാം കുന്നംകുളം സംഭവം തന്നെ, സംഭവത്തിന് ശേഷം നേതൃത്വം അറിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ സംഭവത്തിന് മുമ്പ് ഈ നേതൃത്വം ഒന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ അറിഞ്ഞിരുന്നിട്ട് എന്തുകൊണ്ട് നടപടി എടുത്തില്ല? ശരിയാ, ഒരു സസ്പെൻഷനോ ഒരു ട്രാൻസ്ഫറോ എന്ന് പറയുന്നത് ശരിയായ പണിഷ്മെന്റോ ഒന്നുമല്ല. ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക, അതൊന്നും ഒരു പണിഷ്മെന്റിന്റെ ഒരു ഭാഗമേ അല്ല. ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ളത് മാത്രമാണ്. പക്ഷെ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ നടപടി വന്നതിന് ശേഷം ആ 4 പോലീസുകാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ ടെർമിനേറ്റ് ചെയ്യാനൊന്നും ആൾക്കാർ പറയുന്ന പോലെ ഉടനെ നടക്കത്തില്ല. നിയമപരമായ പ്രതിസന്ധികളുണ്ട്. സസ്പെൻഡ് ചെയ്ത് നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ നടക്കുന്ന എല്ലാ സംഭവങ്ങളിലും ചിലപ്പോൾ നമുക്കറിയാം, ഇപ്പൊ തന്നെ സ്ത്രീകളുടെ സിനിമാക്കാരുമായിട്ട് ബന്ധപ്പെട്ട പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ വന്നു. ഒരാള് വന്ന് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങനെ നിരവധി ശബ്ദങ്ങൾ വന്നു. ഉടനെ അന്വേഷണ കമ്മീഷൻ വെച്ചു. അന്വേഷണ കമ്മീഷന്റെ മുന്നിൽ മൊഴി കൊടുക്കാൻ ഒരു പെൺകുട്ടി പോലും തയ്യാറായില്ല. അവരവസാനം അന്വേഷണം. അല്ല, അതുമായിട്ട് ഇതെങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റും? ഇവിടെ ഒരു സസ്പെൻഷനിൽ ഒതുങ്ങുന്നു അല്ല. സസ്പെൻഷനിൽ ഇനിയിപ്പോ പോലീസ് അന്വേഷണ റിപ്പോർട്ടാണല്ലോ വരുന്നത്. വേണമെങ്കിൽ ഈ പോലീസുകാരെ സഹായിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വെളിയിൽ വരാം. പക്ഷേ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ അവിടെയുണ്ട്. CCTV അവിടെ എല്ലാം കണ്ടു. CCTV മായ്ച്ചു കളയുവാനുള്ള ശ്രമം നടന്നു. കുന്നംകുളം സ്റ്റേഷനിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. പക്ഷേ അത് കമ്മീഷണർ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു, SP ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് പുറത്തു വന്നു. വിവരാവകാശ കമ്മീഷൻ ശക്തമായിട്ട് തന്നെ ഒരു നിലപാടെടുത്തു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പുറത്തു വന്നത്. അപ്പോഴും താങ്കൾ പറയുകയാണ് ഇത് സേനയിൽ നിന്ന് പുറത്തു കളയാനൊന്നും പറ്റുകയില്ല എന്ന്. പിന്നെ ഈ പുഴുക്കുത്തുകളെ സേനയിൽ വെച്ചുകൊണ്ടിരിക്കാനാണോ? അല്ല, ഞാൻ പുറത്തു കളയാൻ പറ്റില്ല എന്നല്ല പറഞ്ഞു. അതിന് നിയമപരമായ ചില നടപടികളുണ്ട്. ഡയറക്റ്റ് ഒരാളെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉണ്ട്. അതൊക്കെ കംപ്ലൈന്റ് മാത്രമേ ഒരാളെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതോടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ CCTV ദൃശ്യങ്ങളൊന്നും ആർക്കും CCTVക്ക് വാട്സപ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ സെർവറിൽ നിന്ന് അത് പോയില്ല. എത്ര വർഷം കഴിഞ്ഞാലും അത് പോയില്ല. ഇപ്പൊ നമുക്കറിയാം സ്വപ്നയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പഴയ വാട്സപ്പ് ചാറ്റുകളെല്ലാം പുറത്തെടുത്ത് വർഷങ്ങളിലില്ല. നമ്മുടെ മൊബൈലിൽ മാത്രമേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അത് സെർവറിൽ എത്ര വർഷം കഴിഞ്ഞാലും അത് അവിടെ നിലനിൽക്കും. അപ്പൊ ഇവിടെ സംഭവങ്ങളിൽ ഞാൻ അതിൽ നിന്ന് പരിപൂർണ്ണമായിട്ട് ന്യായീകരിക്കുന്നൊന്നുമില്ല. അപ്പൊ ഈ സംഭവങ്ങൾ കേരളത്തിൽ തന്നെ നമുക്കറിയേണ്ട 66,000 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരിൽ വന്നാൽ ഒരു 4-5% പേരാണ് ഈ തരത്തിലുള്ള അഴിമതികൾ കാണിക്കുന്നത്, ഈ തരത്തിലുള്ള കൊടിയ മർദ്ദനങ്ങൾ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പോലീസ് സേനയെ മൊത്തത്തിൽ നമ്മൾ അടിച്ചാക്ഷേപിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. പിന്നെ ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കുന്നില്ല. പക്ഷെ നടപടിയെടുക്കാൻ വൈകിയെന്ന് പറയുന്നത് തെറ്റാണ്. ഇവർക്കെതിരെ 2 വർഷത്തിന് മുമ്പ് തന്നെ അന്ന് CCTV ദൃശ്യം പരിശോധിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥര് ശക്തമായ അവർക്ക് നേരിട്ട് നടപടി എടുക്കാം. അതിന് ഗവൺമെന്റ് അംഗീകാരമൊന്നും വേണ്ട. ഒരു സബ് ഇൻസ്പെക്ടർ സസ്പെൻഡ് ചെയ്യുന്നതിന് ഗവൺമെന്റിന്റെ അംഗീകാരമൊന്നും വേണ്ട. അത് DYSP റാങ്കിന് മുകളിലോട്ടുള്ളവർക്ക് മതി ക്യാബിനറ്റിന്റെ തീരുമാനം. അപ്പൊ ഒരു സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തതിന് അവിടുത്തെ SP അല്ലെങ്കിൽ കമ്മീഷണർക്കൊക്കെ അധികാരമുള്ളതാണ്. അപ്പൊ അതൊന്നും സംഭവത്തിൽ ഇപ്പോൾ SI CA ആണ് മുകളിലത്തെ റാങ്കാണ് കിട്ടിയത്. കുന്നംകുളത്ത് അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആണ് കിട്ടിയത്. അന്ന് അവരെ കൂടുതൽ സൗകര്യം എന്റെ നാട്ടുകാരൻ ചവറക്കാരൻ ഒരാളുണ്ടെന്ന് ഈ അടുത്ത സമയത്താണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ വീട്ടിലെ കൂടത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ മാർച്ചൊക്കെ നടത്തിയാണ്. അപ്പൊ വേറെ ചർച്ചയിലിരിക്കുമ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ചവറിലുള്ള ഒരാൾ ഈ സംഭവത്തിലുണ്ട്. അപ്പൊ സ്ഥലമല്ലല്ലോ പ്രശ്നം. ചവറക്കാരനോ മലപ്പുറത്തുകാരനോ കോഴിക്കോടുകാരനോ എന്നുള്ളതല്ല, ഇവരുടെ പ്രവൃത്തിയാണ്, വ്യക്തിക്കല്ലല്ലോ പ്രാധാന്യം. അപ്പോൾ താങ്കൾ പറഞ്ഞു അത് നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ത് നടപടിയാണ് എടുത്തത്? ഇപ്പോൾ ഈ ദൃശ്യം പുറത്തു വന്നപ്പോഴെങ്കിലും പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന രീതിയിലൊരു നടപടിയിലേക്ക് പോകണം. കാരണം ഇതേ ആളുകൾ തന്നെ വീണ്ടും വീണ്ടും ഈ ക്രമസമാധാന പാലനത്തിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രശ്നം. ഇവര് 4 പേരെ സസ്പെൻഡ് ചെയ്ത കുന്നംകുളം സംഭവവുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ളവർക്ക് അത് തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. പിന്നെ എല്ലായിടത്തും ഈ സംഭവം നടന്നിട്ട് കുന്നംകുളം സംഭവം താങ്കൾ പറഞ്ഞുകൊണ്ടാണ്. കുന്നംകുളം സംഭവം തന്നെ നടന്നിട്ട് 2 വർഷമായി. അപ്പോൾ ഈ 2 വർഷവും ഈ മേലാളന്മാർക്ക് അറിയാമായിരുന്നു ഇവർ ഏത് തരത്തിലുള്ള ആളുകളാണെന്ന്. ഈ 2 വർഷവും പിന്നെയും ഇവർ ഈ പാവപ്പെട്ടവരെ തല്ലുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. പിന്നെ എത്ര പേരെ തല്ലിയിട്ടില്ല എന്ന് ആർക്കറിയാം? അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഇവരുടെ ഒരു വർഗസ്നേഹം എന്ന് പറഞ്ഞാൽ മതി. ഒരു സബോർഡിനേറ്റ് ആ വർഗസ്നേഹം സഹിക്കേണ്ട ബാധ്യത കേരളത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ഈ മൗനി ബാബയായിട്ട് മുഖ്യമന്ത്രി തുടരരുത് എന്ന് പറയുന്നത്. അത് പോലീസിന്റെ മനോവീര്യം തകർക്കാൻ വേണ്ടിയല്ല, ജനങ്ങളുടെ മനോവീര്യം കൂട്ടുന്നതിന് വേണ്ടിയാണ് അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ. അതിനെങ്കിലും വേണ്ടി മുഖ്യമന്ത്രി സംസാരിക്കണം. ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് തുറന്നു പറയണം. എന്ത് നടപടി പോലീസുകാർക്കെതിരെ ഉണ്ടാകുമെന്ന് പറയണം. വ്യക്തമായ മറുപടി തരും. അതിനകത്ത് കാര്യങ്ങൾ അന്വേഷിച്ച് കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി LDF-ആയിട്ടുള്ള ചർച്ചകൾ നടത്തിയതിനു ശേഷം വളരെ വ്യക്തമായിട്ട് ക്യാബിനറ്റിൽ അത് വെച്ചുകൊണ്ട് ഇതിനകത്തുള്ള ശക്തമായ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പ്രസാരെ കാണുകയും ചെയ്യും. വളരെ ശക്തമായ അതിനകത്ത് നടപടി ഉണ്ടാകും. വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ നമുക്കതിനെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ലഭ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും അവിടെ ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് പോലും അതിനെ ഒരു മിസ്കോണ്ടക്ട് എന്ന രീതിയിലത്തേക്കാണ് പോലീസ് ഫോഴ്സ്, സംസ്ഥാന സർക്കാരൊക്കെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്തത് എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ അവിടെ കാണുന്നത് എന്താണ്? ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ അല്ല, മറിച്ച് കസ്റ്റോഡിയൽ വയലൻസ് ആണ്. അത് കേവലം ഒരാളിൻ്റെ ആക്ഷേപമല്ല, മറിച്ച് തെളിവോടുകൂടി അവിടെ ലഭ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ CCTV ദൃശ്യങ്ങൾ സഹിതം തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കുറ്റകൃത്യം എന്ന രീതിയിൽ വേണം ഈ പോലീസുകാരുടെ ഈ അതിക്രമത്തിനെ കാണാൻ. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു അച്ചടക്ക നടപടി അല്ലെങ്കിൽ മിസ്കോണ്ടക്റ്റിനുള്ള ഒരു ശിക്ഷ എന്ന രീതിയിലത്തേക്ക് അതിനെ പരിമിതപ്പെടുത്തുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അവർ ചെയ്തിരിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ ആ ക്രിമിനൽ കുറ്റത്തിന് ആനുപാതികമായിട്ടുള്ള നടപടി ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷവും അവർ നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് മറുപടി. കാരണം ഇതിൽ പറയുന്ന പല വിഷയങ്ങളും സംഭവിച്ചതിന് ശേഷം 2 വർഷങ്ങളെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 വർഷം എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷം ഉചിതമായിട്ടുള്ള നടപടി ഡിപ്പാർട്ട്മെന്റിലായിട്ട് എടുക്കുന്നതിന് പോലും പര്യാപ്തമായിട്ടുള്ള ഒരു സമയമാണ് എന്നിരിക്കെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള നടപടി ഉണ്ടാകും എന്നൊക്കെ പല കേസുകളിലും ഈ മേലധികാരികൾ പറയുന്നതിന്റെ കാരണം അവർക്ക് മാത്രം ലഭ്യമായിരുന്ന തെളിവ് ഇന്ന് RTI വഴി നാട്ടുകാർ മുഴുവൻ കണ്ടു എന്നുള്ളത് കൊണ്ടാണ്. ഇനി അത് മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ശിക്ഷ കൊടുത്തിട്ടില്ല എന്നുള്ള ഉത്തമമായിട്ടുള്ള കുറ്റബോധം അവർക്കുള്ളത് കൊണ്ടാണ്. അതായത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടെങ്കിലും ഇതിനേക്കാൾ ഒരു ഗ്രേഡ് കൂടിയിരിക്കുന്ന ഒരു ശിക്ഷ ഈ പോലീസുകാർക്ക് നൽകേണ്ടതുണ്ട് എന്ന് ഇന്ന് ഈ പോലീസ് ഫോഴ്സിലുള്ള പല ആൾക്കാരും ചിന്തിക്കുന്നതിന്റെ കാരണം തന്നെ CCTV ക്യാമറ ഉള്ളത് കൊണ്ടാണ്.
CCTV ക്യാമറ ഇല്ലാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ പല ആൾക്കാരും പറയുന്നത് പോലെ ഒരു സ്റ്റേഷനിൽ തന്നെ CCTV ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇവർ കൈകാര്യം ചെയ്യുമ്പോൾ എമ്മാതിരി കൈക്കരുത്താണ് അവർ ഈ പാവപ്പെട്ട ആൾക്കാരുടെ, ഒരു തരത്തിലുള്ള ഡിഫൻസും ഇല്ലാത്ത ആൾക്കാരുടെ മേൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് നോക്കുക. CCTV ക്യാമറയുടെ മുന്നിൽ നൽകുന്നത് ഈ തല്ലാണെങ്കിൽ അല്ലാത്ത സമയത്ത് എന്തായിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. പിന്നെ ഇതിനെ ന്യായീകരിക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ന്യായീകരിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചാനലുകൾ തത്സമയം സംപ്രേഷണം ചെയ്തതാണ് നിയമസഭയിൽ ഉണ്ടായിരുന്ന 2016 കയ്യാങ്കളി. ആ ദൃശ്യങ്ങൾ പോലും വ്യാജമാണെന്ന് കോടതിയിൽ വാദിച്ചിരുന്ന ആൾക്കാരാണ് പലരും ഇന്ന് മന്ത്രിമാരായിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ വേണമെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അതിനെയൊക്കെ അവര് ഡോക്ടർ ചെയ്തിരിക്കുന്നതാണ് എന്നൊക്കെ വേണമെങ്കിൽ അവർ പറയാം. ഇനി ഇതിന് ഏത് തരത്തിലുള്ള ശിക്ഷാ നടപടിയാണ് കിട്ടുക എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. CBI വന്ന് അന്വേഷിച്ച കേസാണ് ഉദയകുമാറിന്റെ ഉരുട്ടിക്കൊല കേസ്. എന്നിട്ട് എന്തായി? അതിൽ അവസാനം കൺക്ലൂഷൻ, അവരുടെ ഫൈൻഡിങ് റിപ്പോർട്ട് അത് ഏത് കോടതിയിലാണ്, മജിസ്ട്രേറ്റ് കോടതിയിലാണോ അല്ലെങ്കിൽ സെഷൻസ് കോടതിയിലാണോ സമർപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ പോലും CBIക്ക് പോലും ധാരണയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊക്കെ വിശ്വസിക്കേണ്ടതുണ്ടോ? അപ്പൊ ഏത് അന്വേഷണ സംവിധാനമാണെങ്കിലും അതിനെ എല്ലാം സ്വാധീനിക്കത്തക്ക രീതിയിലത്തേക്കുള്ള ഒരു പവർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് അതിലൊരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോലെ ഇവിടെ പോലീസുകാർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ പവർ ഗ്രൂപ്പിന്റെ അതിന്റെ മെയിൻ ആൾക്കാരായിട്ട് നിൽക്കുന്നത് ആരൊക്കെയാണ്? രാഷ്ട്രീയക്കാർ മാത്രമാണോ? പോലീസ് ഫോഴ്സിലെ തന്നെ ഉന്നതരായിട്ടുള്ള ആൾക്കാരാണോ? നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ പോലീസ് ഫോഴ്സിലൊക്കെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്വാധീനമുണ്ട് എന്ന് കരുതപ്പെടുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷന് മുകളിലേക്കുള്ള ആൾക്കാരാണ്. പക്ഷെ ഇങ്ങനെയുള്ള കേസുകളിലൊന്നും തന്നെ സംരക്ഷണം കിട്ടുന്ന ആൾക്കാർ അങ്ങനത്തെ പദവികളിലൊന്നും എത്തിയിട്ടുള്ള ആൾക്കാർ പോലും അല്ല. ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന, ഗ്രേഡിൽ ഏറ്റവും താഴെയുള്ള, അതിന്റെ ഹൈറാർക്കിയിൽ ഏറ്റവും താഴെ വരുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഈ രീതിയിലത്തേക്കുള്ള പ്രൊട്ടക്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഉരുട്ടിക്കൊല നടത്തിയ ആൾക്കാർ പോലും സ്വതന്ത്രരായിട്ട് വിലസുന്ന ഒരു കാലമാണ്. ഞാൻ അവിടെയാണ് പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള നടപടി എടുക്കുമെന്ന് സർക്കാർ പറയുന്നതിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ഇങ്ങനെയുള്ള കസ്റ്റോഡിയലായിട്ടുള്ള വയലൻസ് ഉണ്ടാകരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന 2 സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന ഈ നമ്മുടെ സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ. അത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അതിന്റെ ഒരു മീറ്റിംഗ് പോലും കൂടിയിട്ടില്ല. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രതിപക്ഷ നേതാവ് പോലുമുണ്ട്, റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി ജഡ്ജുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. അവര് എന്തെങ്കിലും രീതിയിലത്തേക്ക് പോലീസ് സിസ്റ്റത്തിനെ റിവ്യൂ ചെയ്യുന്നതിനുള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് കൂടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ പോലീസിന്റെ പ്രവർത്തനങ്ങളെ റിവ്യൂ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് കേരള പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? അതിനൊരു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഉണ്ടോ? എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 7-8 വർഷമായി പ്രവർത്തിക്കേണ്ട ഈ സംവിധാനവും ഇല്ല. എന്ന് വെച്ചാൽ വാച്ച് ഡോഗ് ആയിട്ട് പ്രവർത്തിക്കുന്ന, പോലീസ് ഫോഴ്സിന്റെ ഓരോ ആക്ടും കൃത്യമായിട്ട് നോക്കുന്ന, അവർക്കെതിരെയുള്ള ആക്ഷേപങ്ങളെ കൃത്യമായിട്ട് അന്വേഷിച്ച് തീർപ്പ് കൽപ്പിക്കേണ്ടുന്ന 2 പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ, നിയമപ്രകാരം ഉണ്ടായിരിക്കുന്ന 2 സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ കാര്യം പറയുമ്പോൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അതായത് നടപടിയെടുക്കണമെന്ന്. പക്ഷേ അത് നടപടിയിലേക്ക് വരുന്നില്ല എന്നതാണ്. ഇപ്പോൾ ഏക ആശ്രയമുള്ളത് CCTVകളാണ്. അതുകൊണ്ടാണ് ഈ വിവരാവകാശ കമ്മീഷൻ മുൻപിൽ ഇത്രയും അപ്പീലുകൾ വരുന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് പരാതിക്കാർ ഞങ്ങൾക്കത് തരണം, ഞങ്ങൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ മുൻപാകെ അപ്പീലുകളുടെ പ്രവാഹമാണ് ഇപ്പോൾ വരുന്നത്. അഡ്വക്കേറ്റ് ടി അസഫ് അലി, ഇത് എത്രത്തോളം പ്രായോഗികമാണ്? ഈ CCTV ദൃശ്യങ്ങൾ കണ്ട് അത് പൊതുസമൂഹമെങ്കിലും കാണട്ടെ എന്ന് മാത്രമല്ലേ പറയുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ CCTV ദൃശ്യങ്ങൾ വന്നതുകൊണ്ട് നടപടി ഉറപ്പാക്കുക എന്നതിലേക്ക് വരുന്നില്ലല്ലോ. ഇപ്പോൾ അഡ്വക്കേറ്റ് ബലദേവ് തന്നെ പറഞ്ഞതുപോലെ സാങ്കേതികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കണം സേനയിൽ നിന്നുള്ള ആവശ്യം ശക്തമാവുകയാണ്. പക്ഷേ അതിലേക്ക് വരുന്നില്ല. അതിന് സാങ്കേതികമായ തടസ്സം നിൽക്കുകയാണല്ലോ. ഒരു കാരണം അതിന് പറയുന്നത് മുൻപ് നടപടി എടുത്തതാണ് എന്നാണ്. അപ്പോൾ പുതുതായിട്ട് ദൃശ്യങ്ങൾ വന്നതുകൊണ്ട് അതിലൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുകയാണ്. ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുക എന്നത് വർഷങ്ങൾ പിടിക്കുന്നു. വിവരാവകാശ നിയമം അനുസരിച്ച് മനുഷ്യ ജീവനെ ബാധിക്കുന്ന, മനുഷ്യാവകാശത്തെ ബാധിക്കുന്ന, വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന വിവരങ്ങൾ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ലഭിക്കണമെന്നാണ്. ഇപ്പോൾ കുന്നംകുളത്തെ സംഗതിക്ക് തന്നെ 2 കൊല്ലം പിടിച്ചു ഇൻഫർമേഷൻ കമ്മീഷനിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ കിട്ടാൻ. അപ്പം ഈ സിസ്റ്റത്തെ പാടെ നശിപ്പിച്ചിരിക്കുകയാണ്. അവിടെയാണ് നമ്മളൊരു ചർച്ച ആവശ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇതിന് കാരണം എന്താണ്? ഇത് ശരിക്കും പോലീസിനെ ക്രിമിനലൈസ് ചെയ്തിരിക്കുകയാണ്.
പോലീസിനെ ഈ രീതിയിൽ നശിപ്പിച്ച് രാഷ്ട്രീയവൽക്കരിക്കുകയും ക്രിമിനലൈസ് ചെയ്യുകയും പൊളിറ്റിക്കലൈസ് ചെയ്തതിൻ്റെ കാരണമാണ് ഇതിന് പരമപ്രധാനമായ കാരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ ഓരോ സംഗതി എടുത്ത് പരിശോധിച്ച് നോക്കും. കൊടിസുനി എന്ന് പറയുന്ന ഹാർഡ് കോർ ക്രിമിനൽ, ആ ക്രിമിനൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സീമന്തപുത്രനാണ്. അദ്ദേഹം കൺവിക്റ്റാണ്. അദ്ദേഹം വേറൊരു കേസിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് മദ്യം വാങ്ങിക്കൊടുക്കാൻ കാവൽ നിൽക്കുന്നത് കേരള പോലീസാണ്. അത് ഒരു കേരളത്തിലെ പോലീസിന്റെ പാട്രണേജാണ്. അതിന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിൻബലമാണ്. 2, ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയിലേക്ക് പിന്നീട് വന്ന ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് തൃശൂർ പൂരം കലക്കാൻ വേണ്ടി സാക്ഷിയാവുന്നത്. അത് പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ വെച്ച് പോലീസിനെ നിർവീര്യമാക്കി കേരളത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു ഫെസ്റ്റിവല് തകർക്കാൻ, അത് അടിച്ച് കലക്കാൻ കൂട്ടുനിന്നത് അത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പൊ പോലീസിന്റെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു നിരവധി കേസിലെ പ്രതിയാണ്. അവരുമായി ഒരു മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി സർക്കാരിന്റെ പ്രതിനിധിയായി എത്തുന്നത് ആരാണ്? അന്നത്തെ വിജിലൻസ് കൺവീനറായ, വിജിലൻസ് ഡയറക്ടറായ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ ദൗത്യമാണ്. അപ്പൊ പോലീസിനെ ഇതുപോലുള്ള ഒരു സംഗതിക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് അധികം പറയുന്നു? മുഖ്യമന്ത്രിയുടെ യാത്രയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പൊതുവെ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിക്കാരനടക്കം തല്ലുന്നു. അതിന് പ്രചോദനം നൽകിയത് ആരാണ്? മുഖ്യമന്ത്രി പറയുന്നു അത് രക്ഷാപ്രവർത്തനമാണെന്ന്. അപ്പൊ പോലീസ് നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന് പ്രചോദനം നൽകുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. രാഷ്ട്രീയ നേതൃത്വം തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലീസിനെ ദുരുപയോഗിക്കുന്നു. ക്രിമിനലുകൾക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ, അല്ലെ ക്രിമിനലുകൾക്ക് എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റി നടത്താൻ പോലീസിന്റെ സേവനം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സഹായത്തോടു കൂടി നടക്കുന്നു. നമുക്ക് ഓർമ്മയില്ലേ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം? പാർട്ടിക്കകത്തുള്ള 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആരാണ്? അലൻ താഹ. ആ അലൻ താഹ പേരിൽ എടുത്ത കുറ്റം എന്താണ്? അദ്ദേഹം പിണറായി വിജയന്റെ വിമർശകരാണ്. അവരെ പേരിൽ മാവോയിസ്റ്റ് ലിറ്ററേച്ചർ കൈവശം വെച്ചു എന്ന് പറഞ്ഞ് NIA വകുപ്പ് ചുമത്തി. NIA ഷെഡ്യൂൾ ഒഫൻസ് ആക്കി മാറ്റി. NIA കൊണ്ട് അന്വേഷിപ്പിച്ചില്ലേ? അതിനെന്താ കാരണം? അതിൽ എന്തെങ്കിലും ഉണ്ടോ? ആ ലിറ്ററേച്ചറിൽ എന്തെങ്കിലും ഉണ്ടോ? സുപ്രീം കോടതി നിരവധി വിധിന്യായങ്ങളിൽ പറഞ്ഞതാണ്. മിയർ പൊസഷൻ ഓഫ് എ ലിറ്ററേച്ചർ ഈസ് നോട്ട് എ ടെററിസ്റ്റ് ആക്ടിവിറ്റി. എന്നിട്ട് പോലും തന്റെ സ്വന്തം പാർട്ടിയിലെ 2 പ്രവർത്തകന്മാർ, SFI പ്രവർത്തകന്മാർ, അലൻ താഹ, അവരെയല്ലേ പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചു. വളരെ മിന്നൽ വേഗതയിലാണ് NIAക്ക് ആ അന്വേഷണം കൈമാറിയത്. അപ്പൊ പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, ആ ADGPക്കെതിരെ ഉയർന്നു വന്ന സ്വർണം പൊട്ടിക്കൽ, ഒരു കൊലപാതകത്തിൽ ഒരാളെ കാണാതായ കേസിൽ ആ വ്യക്തിയെയല്ലേ കേരള ഗവൺമെന്റ് വിജിലൻസ് കോടതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നത്? അദ്ദേഹത്തിനെതിരെയുള്ള സ്വത്ത് സമ്പാദന കേസിൽ വിചിത്രമായിരുന്നു ആ കോടതിയിൽ. കാരണം കേരളത്തിന്റെ വിജിലൻസിന്റെ വക്കീലാണ് പ്രതിക്ക് വേണ്ടി വാദമുന്നയിക്കുന്നത്. ആ വിധിന്യായം വായിക്കേണ്ടതാണ്. അപ്പൊ പോലീസിലെ ക്രിമിനലൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ പോലീസുകാർ നാട്ടുകാരെ പേരിൽ കുതിര കയറി എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്താൽ രാഷ്ട്രീയ നേതൃത്വത്തിന് എങ്ങനെ തടയാൻ പറ്റും? എല്ലാ കുറ്റകൃത്യങ്ങളും രാഷ്ട്രീയ നേതൃത്വം തന്നെ പറയുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രിയാണ് നേരിട്ട് പറയുന്നത്. കുറ്റകൃത്യം ചെയ്ത പോലീസുകാർ അവർ തല്ലിയതല്ല, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ തല്ലുന്നു. ആര്? മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി മാൻ. വാട്ട് ഈസ് ഹിസ് ബിസിനസ്? ശരിയാണ്. അത് മനോവീര്യം തകർക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പതിവ് ന്യായം. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചാർജി, PG സംഭവത്തിന്റെ, PG പോലീസ് മർദ്ദനത്തിന്റെ SI ആയിരുന്ന PV രതീഷ്, അദ്ദേഹം കാണിക്കുന്ന ആ വിക്രിയകളുണ്ടല്ലോ, അവിടെ ആ ഹോട്ടൽ മാനേജറുടെ കരണത്തടിക്കുന്നു, ഡ്രൈവറെ തല്ലുന്നു, പിന്നെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു, പിന്നെ അവിടെ നടന്നത് മർദ്ദനമായിരുന്നു. ഇതിനെല്ലാം ശേഷം ആ ഹോട്ടൽ ഉടമയോട് കൈക്കൂലി വാങ്ങുന്നുണ്ട്. അത് ഒരു ഇടനിലക്കാരൻ വഴിയാണ്. ഈ പരാതിക്കാരൻ വഴി, പരാതി കൊടുത്തയാൾ വഴി ആ ഹോട്ടലിനെതിരെ പരാതി കൊടുത്ത ആളെ ഉപയോഗിച്ചുകൊണ്ട് കൈക്കൂലി വാങ്ങുന്നു. അതിൽ ഇത്ര പോലീസിന് നൽകുന്നു, ഇത്ര അയാൾ എടുക്കുന്നു.
ഈ രീതിയിലുള്ള കമ്മീഷനിങ്ങും അവിടെ നടന്നു. അന്ന് തന്നെ പണം വാങ്ങുന്നു. അതിൻ്റെ ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. കാരണം ആ പണം കൊടുത്ത ഹോട്ടൽ ഉടമ CCTV ഉള്ള അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വരാന്തയിൽ വെച്ചാണ് ആ പണം കൊടുത്തത്. അതുകൊണ്ട് അതും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യവും പോലീസിൽ ഇതേക്കുറിച്ച് അന്വേഷിച്ച ആളുകൾ കണ്ടതാണ്. ഈ ദൃശ്യം ഇതും കണ്ടതാണ്. എന്നിട്ടും ഈ പറയുന്ന SI പിന്നീട് CA ആയി മാറി, പ്രൊമോഷൻ കിട്ടി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ പിന്നെ എന്ത്, താങ്കൾ പറഞ്ഞു നടപടിയൊക്കെ ബുദ്ധിമുട്ടാണ്, കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായെന്ന്. പക്ഷേ ഈ പ്രൊമോഷന് ആ സാങ്കേതിക തടസ്സമൊന്നുമില്ലേ? ഇല്ല, 3 IAS, 3 IPS, ശ്രീറാം വെങ്കട്ടരാമൻ, അനുപം മിശ്ര, ശിവശങ്കരൻ, ജേക്കബ് തോമസ്, IG ലക്ഷ്മണൻ, ഇവർക്കൊക്കെതിരെ നടപടി എടുത്ത ഒരു ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ്. 3 IAS-കാർക്ക് 3, അത് കേരള ചരിത്രത്തിൽ അങ്ങനെ കാണില്ല. ഓരോ കേസുകളായിരുന്നു ഓരോരുത്തരുടെ പേരുള്ളത്. പിന്നെ ഇവിടെ പോലീസ് മർദ്ദനത്തെ കുറിച്ച് പറഞ്ഞു. പോലീസ് മർദ്ദനം എന്ന് പറയുന്നത് UDF ഗവൺമെന്റ് സമയത്ത് 2011 ഒക്ടോബറിൽ കോഴിക്കോട് കസ്ബ പോലീസ് സ്റ്റേഷനിൽ അന്നിരുന്ന സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണപിള്ള കാണിച്ച ക്രൂരത നമ്മളെല്ലാവരും കണ്ടേ. അന്നിവിടെ CCTV ഒന്നുമില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ സമയത്ത് മാവേലിക്കര MLA രാജേഷിന്, കൊയിലാണ്ടി MLA ദാസൻ എന്നിവരുടെ പോലീസ് ലാത്തി ചാർജിൽ അടിയേറ്റിട്ടുണ്ട്. മുത്തങ്ങ സംഭവത്തിൽ അന്നത്തെ CPM MP കരുണാകരൻ, NN കൃഷ്ണദാസ്, എക്സ് മിനിസ്റ്റർ ശിവദാസ് മേനോൻ എന്നിവർക്കൊക്കെ അതിന്റെ തടിയുണ്ടായിട്ടുണ്ട്. അതുപോലെ SFIയുടെ നേതാക്കന്മാരായിരുന്ന രാജീവ്, ശിവൻകുട്ടി, പ്രദീപിനും ഒക്കെ, പ്രദീപ് കുമാർ, ഇവരൊക്കെ MLA മന്ത്രിയൊക്കെ അവരാണ്. ഇവർക്കൊക്കെ പോലീസ് മർദ്ദനത്തിൽ സംഘർഷം അടിയേറ്റിട്ടുള്ളവരാണ്. അപ്പൊ പോലീസ് അതുപോലെ ഏറ്റവും അവസാനം ഇവിടെ കുറെ കൂത്തുപറമ്പ് സംഭവം, 4 DYFക്കാർ പോലീസ് വെടിവെച്ച് മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരാൾ മരിച്ചു, അന്നത്തെ വെടിവെപ്പിന്റെ ആഫ്റ്റർ വെയിറ്റ്. അപ്പൊ ഞാനിവർ തെറ്റിന്റെ മറ്റൊന്നുകൊണ്ട് ന്യായീകരിക്കുകയല്ല. UDF സമയത്ത് ഏറ്റവും അവസാനമായി നമുക്കറിയാം 2005 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ ഇവിടെ ശ്രീ പണിക്കർ പറഞ്ഞതുപോലെ ഒരു ചെറുപ്പക്കാരനും ഉദയകുമാർ ചെറുപ്പക്കാരനും ഉരുട്ടിക്ക് വന്ന സംഭവം ഉണ്ടായിട്ട്. അപ്പൊ ഇതിനെ ഒന്നും കൊണ്ട് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഇരുന്നപ്പോൾ ഇത്ര ചെയ്തോണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാ എന്ന് പറയുന്നത് തെറ്റാണെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് LDF ഇരുന്നപ്പോൾ മാത്രമല്ല പോലീസ് വേട്ട ഉണ്ടായിട്ടുള്ളത്. UDF ഇരുന്നപ്പോൾ MLA-മാർക്ക് MP-ക്ക് വരെ സംഘർഷത്തിൽ അടിയുണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതും സാധാരണക്കാരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി പറയാൻ വരുന്നവരെ പിടിച്ച് ചുവരിൽ ചാരി നിർത്തി തല്ലുന്ന സംഭവമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തരുത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അന്നൊക്കെ പലപ്പോഴും ഈ മർദ്ദനം ഉണ്ടാകുന്ന സമയത്ത് 2 വെർഷൻ പലപ്പോഴും അതിൽ വരാറുണ്ട്. കള്ളപ്പരാതിയാണ് പോലീസിനെതിരെ എന്നൊക്കെ പറയാം. അന്നിലിപ്പോൾ പോലീസിന് മനോവീര്യം തകർക്കരുത് എന്നുള്ളതിന് ഒരു ബലം കിട്ടിയേക്കാം. പക്ഷെ ഇവിടെ അതൊന്നും അല്ലെന്നേ. ഇപ്പോൾ ദൃശ്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇതേക്കുറിച്ചെല്ലാം. എന്നിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ദൃശ്യം കണ്ടതിന് ശേഷവും അതല്ല, അത് രക്ഷാപ്രവർത്തനമാണ്, മനോവീര്യം തകർക്കലാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ഇറങ്ങുമ്പോഴാണ് അത് അപഹാസ്യമായിട്ട് മാറുന്നത്. അതാണിപ്പോൾ കണ്ടുവരുന്നത്. ഈ കുന്നംകുളം സംഭവത്തിൽ അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഒരു നേതാക്കന്മാരെ ന്യായീകരിച്ചിട്ടില്ല. ഏതെങ്കിലും നേതാവ് ന്യായീകരിച്ചിട്ടുണ്ടോ? ഈ CCTV ദൃശ്യങ്ങൾ വന്നതിന് ശേഷം ഒരാൾ പോലും കുന്നംകുളം സംഭവത്തിൽ ന്യായീകരിച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടവർക്കൊരു നടപടി ഉണ്ടാവണമെന്ന് പറഞ്ഞു. സസ്പെൻഷൻ ഉണ്ടായി. അതിനുശേഷം തീർച്ചയായിട്ടും അന്വേഷണത്തിന് ശേഷം അതിന് കാര്യങ്ങൾ നടപടികൾ നടന്നു കഴിയുമ്പോൾ അവർ സർവീസ് ടെർമിനേറ്റ് തന്നെ ചെയ്യും. അതിനകത്ത് തർക്കമൊന്നുമില്ല. കാരണം അതിനകത്ത് സംസാരിക്കുന്ന തെളിവുണ്ട്. ആ സംസാരിക്കുന്ന തെളിവാണ് CCTV ദൃശ്യം. ഇപ്പോഴത്തെ ആക്ട് അനുസരിച്ച് കോടതികൾ CCTV ദൃശ്യങ്ങൾ പരിപൂർണമായിട്ട് തന്നെ തെളിവായിട്ട് എടുക്കും. എല്ലാ ഡിജിറ്റൽ എവിഡൻസും എടുക്കും. ആ എവിഡൻസ് വെച്ചുകൊണ്ട് പരിപൂർണമായിട്ട് അവർക്ക് ശിക്ഷ ഉണ്ടാവും. ഞങ്ങളുടെ ഒരു നേതാവും ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധപ്പെട്ട ചെറിയ പാർട്ടിയുടെയോ വലിയ പാർട്ടിയുടെയോ ഒരു നേതാവ്, ഞാനൊരു കൊച്ചു പാർട്ടിയുടെ നേതാവാണ് എടുത്തത്, ഞങ്ങൾ ആരും ഒരു കാരണവശാലും ഞങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നില്ല. ശക്തമായ നടപടിയുണ്ട്. പിന്നെ ശരിയാണ്, ഇപ്പോൾ ഈ സംഭവം പുറത്തു വന്നപ്പോൾ 2-3 വർഷങ്ങൾക്ക് മുൻപുള്ള പല സംഭവങ്ങളും പലരും കൊണ്ടുവരുന്നുണ്ട്. എന്നെ അവിടെ വെച്ച് ഉപദ്രവിച്ചു, എന്നെ ഇവിടെ വെച്ച് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇത്രയും പോലീസ് സ്റ്റേഷൻ, ഇത്രയും പോലീസുകാരുള്ളപ്പം ചില സ്റ്റേഷനിലൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒറ്റ വാക്കി പറഞ്ഞ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. അങ്ങനെയൊന്നും ഞാനത് ന്യായീകരിക്കുന്നില്ല. ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. പല സ്റ്റേഷനുകളിലും പല പോലീസുകാരും ഈ രീതിയിലുള്ള ക്രൂരത കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ്, ഒരേ എപ്പിസോഡിന്റെ പല ഭാഗങ്ങൾ എന്നുള്ള രീതിയിലാണ്, ഒരേ സീരിയലിന്റെ പല ഭാഗങ്ങൾ എന്ന രീതിയിലാണ് വരുന്നത്. കാരണം ഇത് CCTV ദൃശ്യങ്ങളുണ്ട്. പക്ഷെ CCTV ദൃശ്യങ്ങൾ ഈ പരാതിക്കാർക്ക് കിട്ടുന്നില്ല. അതിനുവേണ്ടി അവർ ഓടി നടക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് ഈ വർഷങ്ങൾ മാറുന്നത്. അതിന് അപ്പീൽ കൊടുക്കണം, അതിനനുകൂലമായിട്ട് വിവരാവകാശ കമ്മീഷന്റെ വിധി വരണം. അതിനു മുൻപ് തന്നെ പോലീസ് ഇടപെട്ട് ഇത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിന് പറയുന്ന കാരണം എന്താണ്? അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ ചിലപ്പോൾ പോക്സോ കേസിലെ പ്രതികൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് ഈ രഹസ്യം സൂക്ഷിക്കുന്നതിന് തടസ്സമാകും. സ്ത്രീകൾ ഉണ്ടായിരിക്കാം, അവരുടെ രഹസ്യം സൂക്ഷിക്കുന്നത് തടസ്സമാകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ന്യായവാദങ്ങൾ പോലീസ് ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ നൽകാൻ കഴിയില്ല എന്നുള്ള വാദം വിവരാവകാശ കമ്മീഷന് മുന്നിൽ പറയുകയാണ്. അതുകൊണ്ട് നിയമ പോരാട്ടങ്ങൾ നീണ്ടുപോകും. അങ്ങനെ ഏതാനും പേർക്ക് ഇങ്ങനെ CCTV ദൃശ്യങ്ങൾ കിട്ടും. അതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ തടസ്സം നിൽക്കുന്ന പോലീസ് തന്നെയാണ് ഈ വിഷയത്തിൽ. അല്ല, ഞാൻ പറയാം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് തന്നെ
വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോന്നുമായി ബന്ധപ്പെട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ വെച്ച് ഫൈൻ കൊടുക്കണമെന്നാണ്. അത് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ വിവരം നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ കൊടുക്കണമെന്നാണ് ആ നിയമത്തിൽ പറയുന്നത്. അത് ആ ഉദ്യോഗസ്ഥന് കൊടുക്കണം, ഗവൺമെന്റ് അല്ല അതിന് ബാധ്യത. ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പൊ അങ്ങനെയൊക്കെ ആക്ടിൽ പറയുന്നുണ്ട്. ഇപ്പൊ നിയമത്തിന്റെ ദോഷമൊന്നുമല്ല, ആ നിയമം നടപ്പിലാക്കുന്നതിൽ ആ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അനാസ്ഥയാണ്. അതിനകത്തൊന്നും ഞാൻ എതിർക്കുന്നില്ല. വളരെ ശക്തമായിട്ട് തന്നെ ഇല്ലാതാക്കേണ്ട ഒരു പ്രവണതയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ജനാധിപത്യപരമായിട്ടും ഒരുപാട് അങ്ങ് സോഷ്യലിസം ഒക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും താഴേക്കിടയിൽ ജനങ്ങളിലേക്ക് എല്ലാവിധ മൗലിക സ്വാതന്ത്ര്യങ്ങളും എത്തുന്നില്ല. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നതിന് എല്ലാവിധ മൗലിക സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കുക എന്നുള്ളതാണ്. പോലീസിന്റെ സെക്ഷൻ 4 തന്നെ പറയുന്നത് എന്താ? മനുഷ്യന്റെ ജീവനും സ്വത്തും മറ്റു കാര്യങ്ങളും അവന്റെ അവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ്, അത് സംരക്ഷിക്കണം എന്നാണ് KP ആക്ട് സെക്ഷൻ 4 സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നത്. ഇനിയിപ്പോ അതല്ല, ഇതൊക്കെ ഇങ്ങനെ പറയാമെങ്കിലും ഈ ജനമൈത്രി പോലീസ് എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറയരുത്, അത്രയേ ഉള്ളൂ. അത് ഇടിമൈത്രി പോലീസായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. CCTV ദൃശ്യങ്ങൾ കൂടുതൽ പുറത്തു വരുമ്പോൾ എന്തായിരിക്കുമെന്ന് കണ്ടറിയണം. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ബൽദേവ് പറയുന്നുണ്ട് ആരും ന്യായീകരിക്കുന്നില്ല എന്ന്. ശരിയാണ്, ആർക്കും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദൃശ്യങ്ങൾ വന്നതുകൊണ്ട് ഈ കുന്നംകുളം സംഭവത്തിന് ശേഷം വലിയ ന്യായീകരണ തൊഴിലാളികളെ കണ്ടിട്ടില്ല. CPM നേതാക്കൾ പോലും ഇത്തരം ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ മൗനം അത് വലുതാണല്ലോ. കാരണം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തു പറയും ഇക്കാര്യത്തിൽ എന്നത് അത് അറിയാൻ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണല്ലോ. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഈ മൗനം? നോക്കൂ, അദ്ദേഹത്തിന് ഒരു തരത്തിലും ഇതിനെ ന്യായീകരിക്കാനായിട്ട് കഴിയില്ല. അതായത് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മുടെ നാട്ടിലുള്ള കസ്റ്റോഡിയലായിട്ടുള്ള മരണങ്ങളുടെ കണക്ക്, അതായത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ പീരീഡിലുള്ള കസ്റ്റോഡിയൽ മരണങ്ങളുടെ കണക്ക് നമ്മളിപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ഒന്ന് അപേക്ഷിച്ച് നോക്കൂ. അത് കിട്ടില്ല. കാരണം പോലീസ് അത് പറയുന്നത് അങ്ങനെ ഒരു വിവരം പുറത്തുവിടാനായിട്ട് പറ്റില്ല. കാരണം അതിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടെങ്കിൽ മാത്രമേ ആ വിവരം പുറത്തുവിടാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒരാൾ കസ്റ്റഡിയിൽ വെച്ചിട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയോ കൊലപാതകം നടത്തപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അതിലൊരു മനുഷ്യാവകാശം ഇല്ല എന്ന് പോലീസ് തന്നെ പറഞ്ഞാൽ, നിങ്ങൾ തന്നെ ആ മനുഷ്യാവകാശ ലംഘനം അവിടെ തെളിയിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആൾക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുക? ഇപ്പൊ 2 വർഷത്തെ ഒരു പെർസിസ്റ്റന്റ് എഫേർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇതിൽ പല കേസുകളിലും ഈ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഞാൻ പറഞ്ഞത് അത്രത്തോളം പെയിൻ എടുത്തതിന് ശേഷം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഇത് കിട്ടിയേ മതിയാകൂ എന്ന രീതിയിലേക്ക് പോകാനായിട്ട് നമ്മുടെ നാട്ടിലെ എത്ര ആൾക്കാർ തയ്യാറാകും എന്നാലോചിച്ച് നോക്കുക. കാരണം അവർ സ്ഥിരമായിട്ട് പോലീസിന്റെ കണ്ണിലേക്ക് കരടാകും, അവർ ഈ സംവിധാനത്തിന്റെ കണ്ണിലേക്ക് കരടാകും. തന്നെയും എല്ലാവർക്കും മറ്റെന്തെങ്കിലും ഒരു ജോലിയുമായിട്ടോ പാസ്പോർട്ടുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് പോലീസിനുമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും പോലീസ് അവരോട് വളരെ ഹോസ്റ്റൈലായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് ഈ വേദനയൊക്കെ മാറുന്ന സമയത്തേക്ക് ഈ പല ആൾക്കാരും ഇത് വിട്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. പോലീസുകാർ ഇതിൽ ഒരു പ്രധാനപ്പെട്ട തുറുപ്പ് ചീട്ടായിട്ട് കാണുന്നത് ഈ ഒരു അവസരമാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതിൽ പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പാണ് 1. 2, അതിനെ കൃത്യമായി നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിയമപ്രകാരം ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. കേന്ദ്ര നിയമപ്രകാരം വന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങളിൽ രൂപീകരിച്ചിരിക്കുന്ന സംവിധാനമാണ് നേരത്തെ സൂചിപ്പിച്ച പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി. നമ്മുടെ നാട്ടിൽ ഒരു ഇന്റർനാഷണൽ NGO വന്നിട്ട്, CHRI എന്ന് പറയുന്ന കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനിഷ്യേറ്റീവ് എന്ന NGO വന്നിട്ട് ഇവിടെ ഈ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയതാണ്. അപ്പോൾ അതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് 2018 മുതൽ 22 വരെയുള്ള 4 വർഷ കാലയളവിൽ അവർ നോക്കുമ്പോൾ 1500-ലധികം കംപ്ലയിൻസ് ആണ് ഈ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്ക് കിട്ടിയിരിക്കുന്നത്. 1500-ലധികം. അതിൽ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷന് വേണ്ടിയിട്ട് അവർ ശുപാർശ ചെയ്തിരിക്കുന്നത് കേവലം 6 കംപ്ലയിന്റുകളിലാണ്. ആലോചിച്ച് നോക്കുക, സജീവമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഇവർ പറയുമ്പോൾ 1500-ൽ കേവലം 6. അതിൽ തന്നെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ആളിന്റെ മരണം, അതിൽ തന്നെ കൊലപാതകം എന്ന് സംശയിക്കപ്പെടുന്ന കേസുകൾ, സെക്ഷൽ അസോൾട്ട് ഇൻ കസ്റ്റഡി, ഈ രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസ് പോലും അവരൊരു ഡിപ്പാർട്ട്മെന്റലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഇവർ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ ഏത് രീതിയിൽ വിളിക്കുന്ന സംവിധാനമാണെങ്കിലും ഈ കൾപ്രിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുകയാണ്. ഇതേ കാലയളവിൽ തന്നെ, അതായത് 2018 മുതൽ 22 വരെയുള്ള 4 വർഷ കാലയളവിൽ 2018 തുടങ്ങി 22 വരുമ്പോൾ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയിലേക്ക് വരുന്ന പരാതികളുടെ എണ്ണം ഏകദേശം 20% കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ കണ്ടെത്തിയത്. എന്ന് വെച്ചാൽ ഈ അതോറിറ്റിയെ സമീപിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല എന്നുള്ള മറ്റാൾക്കാരുടെ മുൻപരിചയം, അവിടെ കേസുകൾക്കൊന്നും തന്നെ തീർപ്പ് കൽപ്പിക്കപ്പെടുന്നില്ല, ഡിപ്പാർട്ട്മെന്റലായിട്ടുള്ള ആക്ഷൻസ് ഒന്നും തന്നെ ശുപാർശ ചെയ്യപ്പെടുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം വരുമ്പോൾ ആൾക്കാർ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിക്കും, എടാ ഇവിടെ കൊണ്ടുപോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഗുണമില്ല എങ്കിൽ പിന്നീട് എന്തിനാണ് പരാതിക്ക് പോകുന്നത്? അപ്പൊ നമ്മൾക്ക് പേപ്പറിൽ ഇതിനെല്ലാമുള്ള സംവിധാനമുണ്ട്. ഇപ്പൊ ഈ അതോറിറ്റിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചീഫ് ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സംസ്ഥാനത്തിന് ഉണ്ടാകണം. അത് കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എത്ര ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തു.
ഇത് കൃത്യമായിട്ടുണ്ടാകണം, അതിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിലേക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പോകുന്നുണ്ടോ? ഏതോ സെക്രട്ടറി റാങ്കിലുള്ള ഒരാളിനാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ചുമതലയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഇതിനെയൊക്കെ തന്നെ ഇത്ര കാര്യമായിട്ട് മാത്രമേ അതിനെ നോക്കിക്കാണുന്നുള്ളൂ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഗുണ്ടാരാജ് നടക്കട്ടെ, കുറേ അധികം ആൾക്കാർക്ക് തല്ല് കിട്ടാനുണ്ടെങ്കിൽ ആ തല്ല് കിട്ടട്ടെ എന്ന രീതിയിലാണ്. എത്ര ലാഘവത്തോടു കൂടിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു നമ്പർ മാറി, അതിന്റെ പേരിൽ ആള് മാറി ഗൂഗിൾ പേയിൽ പൈസ അയച്ചു എന്ന് പറയുന്നത് പോലെ വളരെ നിസ്സാരമായിട്ടാണ് പോലീസുകാർ ആള് മാറി ആളെ കസ്റ്റഡിയിലെടുത്ത് ഇടിച്ചു കൂട്ടുന്നതും ഇടിച്ചു കൊല്ലുന്നതും. ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ ശ്രീ ആസഫ് അലി പറഞ്ഞിരിക്കുന്ന കേസുകൾ നമുക്കറിയാവുന്നതാണ്. ആള് മാറി എടുത്തതിന് ശേഷം തല്ലിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളിന്റെ വീട്ടിൽ ഇപ്പൊ വന്നിരിക്കുന്ന വാർത്ത കണ്ടില്ലേ, ഒരാളിന്റെ വീട്ടിൽ ചെന്നിട്ട് നീ ബാറ്ററി വിറ്റോ എന്ന് ചോദിക്കുന്നു. അയാളൊരു ബാറ്ററി വിറ്റിട്ടുണ്ട്, വിറ്റു എന്ന് പറയുന്ന സമയത്ത് ഇടി തുടങ്ങുകയാണ്. അയാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് കൊണ്ടുപോകുന്ന വഴി മുഴുവൻ അയാളെ ഇടിച്ച് പഞ്ഞിക്കിടുകയാണ്. എന്നിട്ട് അവസാനം അവിടെ ചെല്ലുന്ന സമയത്തോ അയാൾ വിറ്റത് അയാളുടെ സ്വന്തം ഓണർഷിപ്പിലുള്ള ബാറ്ററിയാണ്, അത് 10 കൊല്ലമായിട്ട് അയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ബാറ്ററിയാണ്. ഈ മോഷണം വന്ന ബാറ്ററി എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരോ ആണ്. അപ്പോൾ ആള് നോക്കണ്ട, പേര് നോക്കണ്ട, ഏത് വീട്ടുകാരനാണ് ഏത് നാട്ടുകാരനാണ് ഇതൊന്നും നോക്കണ്ട, കണ്ണിൽ കാണുന്ന ആളിനെ പ്രതിയാക്കുക എന്ന രീതിയിലേക്ക് പണ്ട് മാത്രമല്ല ഇത് ശരിയാണ്. ഇങ്ങനെ തെളിഞ്ഞിട്ട് പോലും, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സ്റ്റേഷനുകളിൽ നിന്ന് തെളിഞ്ഞിട്ട് പോലും അതിലൊരു നടപടിയും ഉണ്ടാകുന്നില്ല. മാത്രമല്ല പ്രൊമോഷൻ പോലും കൊടുക്കുവാൻ മടി കാണിക്കുന്നില്ല എന്നതാണ്. അതായത് പോലീസിനെ കയറൂരി വിടുന്ന പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയോട് തന്നെ ആ ചോദ്യം ചോദിക്കുകയാണ്, അങ്ങനെ കയറൂരി വിടുന്നത് എന്തിനാണ് എന്ന്. മുൻപ് ഇതേ ആൾ തന്നെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, UDF ഭരിക്കുമ്പോൾ പോലീസിനെ കയറൂരി വിടുകയാണോ എന്ന്. അതേ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതിനുള്ള മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇങ്ങനെ മൗനം തുടരുന്നത് ശരിയല്ല. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. മർദ്ദനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നത് ശരിയോ? ശരിയാണെന്ന് 14% പ്രേക്ഷകർ മാത്രം, ശരിയല്ല എന്ന് 83% പ്രേക്ഷകർ. വേണ്ടിപ്പേര് അവസാനിക്കുന്നു. നന്ദി.